എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നല്ല അടിപൊളി ഒരു വീഡിയോ ആണ്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് വേണം. കുറച്ച് പണിയുണ്ട് ഈ ഒരു വീഡിയോ. ഇത് ഞാൻ കുറേ നാളായിട്ട് നിങ്ങളെ കാണിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമാവും. വളരെ സിമ്പിളാണ്, പക്ഷേ എങ്കിലും കുറച്ച് ജോലിയുണ്ട്. ഓക്കെ, ശരി. വേറെ നല്ല ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. അത് നല്ല തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നമ്മൾ പൊള്ളിക്കുന്നതാണ്. ആദ്യ പടി എന്ന് പറയുന്നത് കരിമീനെല്ലാം വാലോടുകൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 4 കരിമീനാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് വേണ്ടുന്ന ആവശ്യത്തിന് നിങ്ങൾ ചേർക്കുന്ന നിങ്ങളുടെ അരിക്ക് ആവശ്യമായ, അതായത് മാരിനേറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്ത് വെക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഓക്കെ, അതെല്ലാം ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾക്കൊന്ന് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം കരിമീൻ നല്ല വലിയ കരിമീനായിരുന്നു. ഒരു വലുതെന്ന് വെച്ചാൽ ഒരു ഇടത്തരം വലുതായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു വിഭവമാണ്. നമുക്കിതിനകത്ത് അധികം അങ്ങ് ചാറ് വേണ്ട. ചോറ് വളരെ കുറച്ച് കഴിക്കുന്നവരെ. അപ്പം അതിൻ്റെ ഒത്തിരി ചാറോട് കൂടിയതല്ല ഞാൻ വെക്കുന്നത്. നോക്കിക്കോ നിങ്ങൾ എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ബാക്കി പണികൾ തുടങ്ങുന്നത്. എല്ലാവർക്കും അറിയാം ഇത് സിമ്പിളാണ്. വെച്ച് നോക്കുന്നവർക്കറിയാം ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ കുറച്ച് ജോലി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യമായിട്ടുള്ള നമ്മൾ ഈ പൊരിക്കാൻ ആവശ്യമായ എന്തൊക്കെ സാധനങ്ങൾ ചേർക്കുന്നു അതൊക്കെ ചേർത്ത് നമുക്കൊന്ന് സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് ഇതിന് ഈ അരപ്പെല്ലാം നല്ലതുപോലെ ഈ വരഞ്ഞ് വെച്ചേക്കുന്നതിനകത്തും കൂടെ കയറത്തക്ക രീതിയിൽ നമുക്ക് അതിനകത്ത് പിടിപ്പിച്ച് വെക്കണം. കുറച്ച് നേരം അതൊന്ന് ഇരിക്കണം. അതാണ് ആദ്യ പടി കേട്ടോ. ഞാൻ വെള്ളമൊക്കെ ചേർത്ത് ഒരുവിധം ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. ഇതിൻ്റെ ചെതുമ്പൽ നല്ലപോലെ അങ്ങ് കളയണം കേട്ടോ. എന്നിട്ട് അതിനകത്ത് കയറത്തക്ക രീതിയിൽ നല്ലപോലെ അതിനെ ഒന്ന് പിടിപ്പിക്കണം കേട്ടോ. ഞാൻ എൻ്റെ അരപ്പ് അത് വെച്ച് തന്നെ ഇങ്ങോട്ടൊക്കെ നീക്കി ബാക്കി അരപ്പുകൾ. ഇനി അടുത്തത് തലയോട് കൂടിയാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ അങ്ങോട്ട് നന്നായിട്ട് അതിനെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഇത് മാറ്റി വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്ത് തീരും. അത് കുറച്ച് നേരം ഇരിക്കണ്ടേ, ആ സമയത്തിന് നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാൻ സമയം കിട്ടും. നല്ലതുപോലെ ആ പണി അങ്ങ് ചെയ്തും കൂടെ വെക്കണം. പിന്നെ നമുക്ക് ടപ്പേന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് സ്പേസ് വേണം ഇതിന് കേട്ടോ. നമ്മൾ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്ത് ലാസ്റ്റിലത്തെ പരിപാടിക്ക് കുറച്ച് സ്പേസ് വേണം അവിടെ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. ഉപ്പൊക്കെ നമ്മൾ ചേർത്തിട്ട് ഉപ്പൊന്ന് നോക്കണം കേട്ടോ, കറക്റ്റാണോ എന്ന്. കാരണം ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ഇതിനകത്ത് ചേർക്കാൻ ഇത്തിരി പാടാണ്. നമ്മൾ കറികളൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇതിനകത്ത് പിന്നെ ഉപ്പ് ചേർക്കാൻ പാടാണ്. ഇതിനകത്ത് പിടിക്കണമെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് വെക്കണം. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത പണി എന്ന് പറയുമ്പം അടച്ച് വെച്ച് കണ്ട അത് അടച്ച് വെച്ചിട്ട് അടുത്തത് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. അതായത് ചോറിനാണ് ഞാൻ തിളപ്പിച്ച് വെച്ചേക്കുക. മറ്റേ റൈസ് ഇതിനകത്തൊന്നും ഇറക്കി വെച്ചില്ല, അല്ലാതെ തന്നെ വേവും. അപ്പം നമുക്ക് ഇത് ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എണ്ണ ഒഴിച്ച് എണ്ണ തിളയ്ക്കുമ്പം നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഒരെണ്ണത്തിൽ 2 എണ്ണം വെച്ച് പൊരിക്കാൻ പറ്റും. കുറച്ച് ഒരു 1/4 ഭാഗം പൊരിച്ചതിന് ശേഷമാണ് ബാക്കി നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഒരിത്തിരി പൊരിക്കണം, അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ കഷ്ണങ്ങൾ അതിൻ്റെ പീസസ് ഇല്ലേ, മാംസം ഇളവിപ്പോവും.
അപ്പം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് അപ്പുറം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം എണ്ണ നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് 4 ഇല്ലേ 2 പ്രാവശ്യമായിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം. അപ്പുറവും മൊരിച്ചെടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തീർന്നില്ല ഇതുവരെ. ചോറ് അതിനകത്ത് വെക്കണ്ട, ഇതേലെ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കാമെങ്കിൽ പിന്നെ ഊറ്റാനും എളുപ്പമാണ്. അപ്പം ഞാൻ എന്താണ്ടേ നമുക്ക് കരിമീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് തേവള്ളിയിൽ നിന്നാണ് ഈ കരിമീൻ കേട്ടോ, നമുക്ക് കൊല്ലത്തുള്ള തേവള്ളി. അപ്പം ആദ്യം ഒരിച്ചിരി തീ കൂട്ടി വെച്ചിട്ടാണ് ഞാനതൊന്ന് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അങ്ങ് കുറയ്ക്കും. ഒത്തിരി അങ്ങ് കരിച്ചൊന്നും കളയരുത് ഇതിനെ കേട്ടോ. ആ ടേസ്റ്റിലെ ഒരുപാട് വ്യത്യാസം വരും അത് പൊള്ളിച്ചെടുക്കുമ്പം. ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. അപ്പം വേണ്ട ഒരു വശം മൊരിഞ്ഞ് ഞാൻ അടുത്ത വശത്തോട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഇതിനകത്ത് തന്നെ സവാളയൊക്കെ വഴറ്റാൻ വേണമെങ്കിൽ, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. കാരണം ടൈം എടുക്കുന്നതുകൊണ്ട് ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഒരു പാൻ വെച്ചിട്ട് ഞാനങ്ങ് ചെയ്ത വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വിധം മതി, പക്ഷേ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഗ്യാസിൻ്റെ പരിപാടികളൊന്നും ഇല്ല എങ്കിൽ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്തോ ചെയ്യും, കടുകിട്ട് കൊടുക്കണം. ആദ്യം കടുകിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കടുകിട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഇടണം. ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇട്ടതിന് ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതൊന്ന് ഒരു പരുവായതിന് ശേഷം മൊത്തം അങ്ങ് മൂക്കരുത്, കരിക്കുകയും ചെയ്യരുത്. പിന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇച്ചിരി ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞതാണ് ഇട്ടേക്കുന്നത്. ഒരു 3 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് കുനുകുനാന്നരിഞ്ഞാണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച്, പ്രത്യേകതയായിരിക്കും അത്. അതിൻ്റെ മണമൊക്കെ ചെല്ലുമ്പോഴേ നിങ്ങളും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാലും മതി, അത് സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം ഇട്ടാൽ ആദ്യമേ ഇടണ്ട. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മുടെ സവാള കുഞ്ഞാന്നരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പച്ച ചൊവ്വ, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചൊവ്വയൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇട്ടാൽ മതി. വളരെ സിമ്പിളാണ്, പക്ഷേ എങ്കിലും ഇങ്ങനെയൊക്കെ കുറേ പണികളൊക്കെ ഇല്ലേ, അതുകൊണ്ട് നമ്മളൊരു ലോങ് പ്രോസസ്സായിട്ട് തോന്നണ്ട ഞാൻ സവാള കാണിച്ചത്. അത് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അരിഞ്ഞെല്ലാം വെച്ചേക്കുവാണ്. അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് സവാള കുഞ്ഞാന്നരിഞ്ഞത് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേക്കണം. ഇത് ഇത്രയത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ്, അതായത് ഇത് ഇതിൻ്റെ മസാലയാണ്. അപ്പോൾ ആ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ കരിമീൻ പൊരിക്കുന്നതിന് നമ്മൾ ഉപ്പ് അതിൻ്റെ മാരിനേഷൻ ടൈമിൽ ഉപ്പിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉപ്പായല്ലോ. ഇനി ഈ മസാലയുടെ ഉപ്പ് ഇതിന് കറക്റ്റ് ഉപ്പായിരിക്കണം കേട്ടോ. കറക്റ്റ് ഉപ്പല്ലെങ്കിൽ പിന്നെ നമുക്കൊന്ന് റെഡിയാക്കാൻ ഉപ്പിട്ട് റെഡിയാക്കാൻ പറ്റത്തില്ല. അത് റെഡിയാവത്തതും ഇല്ല. ഉപ്പ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും ഒന്നും റെഡിയാകത്തില്ല. അപ്പം അതുകൊണ്ട് ഈ അവസരത്തിൽ ഇതിൻ്റെ എല്ലാം ഉപ്പ് നോക്കിക്കോണം. അപ്പോൾ ഇനി അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്തുള്ള മസാലകൾ നമ്മൾ പൊരിക്കാൻ എന്തെല്ലാം മസാലകളാണോ ചേർത്തത് അതുപോലെ ഇതിനും ചേർക്കണം കേട്ടോ. അത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം ഈ മസാലയ്ക്ക് നമ്മൾ അതേ രീതിയിലിടണം. കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഉള്ളവർ തോനെയിടുക, ഇല്ലാത്തവർ അതനുസരിച്ച് ഇടുക. അപ്പോൾ അതും കഴിഞ്ഞ് കുറച്ചും കൂടെ ഒന്ന് വഴറ്റിയിട്ട് നമ്മളത് തിരിച്ചിട്ട് കൊടുക്കാൻ വേണമെങ്കിൽ അതിൻ്റെ അനുസരിച്ച് അത് കറക്റ്റിന് മുരിച്ചെടുത്തോണം, കരിഞ്ഞു പോകാതെ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുത്തോണം കേട്ടോ.
മസാല എല്ലാം ചേർത്തിട്ട് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ തക്കാളിയാണ് എടുത്തേക്കുന്നത്. പുളിയുടെ നീര് വേണമെങ്കിൽ പുളി പിഴിഞ്ഞ് അത് വേണമെങ്കിൽ ചേർക്കാം. അതാകുമ്പോൾ ഇച്ചിരി പുളി കാണും. ഞാൻ തക്കാളി 2 എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പുളി ചേർത്തില്ല. തക്കാളി ഞാൻ ഇതിനകത്ത് കുനുകുന അല്ല അരിഞ്ഞേക്കുന്നത് കേട്ടോ. കുനുകുന അരിയാതെ ഞാൻ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. അതെന്താ കാര്യമെന്ന് വെച്ചാൽ ആ മസാലയെല്ലാം പിടിച്ചിട്ട് അതിനെ ഇങ്ങനെ എടുത്ത് തിന്നുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. പക്ഷേ അത് നമ്മൾ പൊള്ളിച്ചെടുക്കുമ്പോഴത്തേനും അത് ആ തക്കാളിയൊക്കെ അങ്ങ് നല്ല അലിഞ്ഞങ്ങ് ചേരും അതിനകത്ത്. അലിഞ്ഞ് ചേരുന്നല്ലെങ്കിൽ ഷേപ്പ് അതേപോലെ ഇരിക്കുമെങ്കിൽ നല്ല വെന്ത് നല്ല പരുവത്തിയിരിക്കും. അപ്പം ഒരുവിധം വഴണ്ടിട്ട് നമുക്ക് മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കണം. ഉപ്പ് നോക്കിക്കോണം കേട്ടോ. ഇതിൻ്റെ അകത്തുനിന്നൊരു സവാള പീസ് എടുത്ത് നോക്കിയാൽ മതി ഉപ്പൊക്കെ ഉണ്ടോയെന്ന് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്യേണ്ടുന്നത്. അല്ലെങ്കിൽ അത് പൊള്ളിച്ചെടുക്കുമ്പോൾ അതിന് ഉപ്പ് കാണത്തില്ല. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി വേണമെങ്കിൽ കുറച്ചിടാം കേട്ടോ. അപ്പോൾ മസാലയുടെ വലിയ അതുകൊണ്ട് വേണമെങ്കിൽ മല്ലിപ്പൊടി ഞാൻ ലേശം മല്ലിപ്പൊടി ഇതിന് ചേർക്കുന്നുണ്ട്. പുളിക്ക് പകരം ഞാൻ ചേർക്കുന്നത് നമ്മുടെ തക്കാളിയാണ്. പുളി പിഴിഞ്ഞൊഴിക്കുക. തക്കാളിയേക്കാളും നല്ലത് പുളി ഒഴിക്കുന്നതാണ്. പുളിയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ വരും. അപ്പോൾ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര എരി വേണോ അതിനനുസരിച്ച് നിങ്ങളുടേതായ രീതിയിൽ മസാലയ്ക്കുള്ള സ്പൈസസ് ഇടാം കേട്ടോ. അപ്പം ഞാൻ ചേർക്കുന്നത് എരി കുറഞ്ഞ രീതിയിലുള്ള ആൾക്കാരുടെയാണ്. മല്ലിപ്പൊടിയാണ് ഇതാ ഇപ്പം ചേർത്തത് ഞാൻ കേട്ടോ. പിന്നെ എന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയാണ് ചേർക്കുന്നത്. അതൊന്ന് വഴറ്റിയിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് കറിവേപ്പില ഉള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ കൊള്ളാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിന് ഈ നമ്മുടെ മുളകും മല്ലിയൊക്കെ നമ്മൾ പൊടിപ്പിക്കുമ്പോഴേ അത് വറുത്തല്ലല്ലോ പൊടിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളതിൻ്റെ പച്ച ചൊവ മാറുന്നവരെ ഒന്ന് വഴറ്റി അതിനെ പച്ച ചൊവയൊക്കെ കളഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷമാണ് തക്കാളി ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഇതിവിടെ കിടന്ന് റെഡിയാവുന്നുണ്ട്. വളരെ തീ കുറഞ്ഞതിലാണ് ഇട്ടേക്കുന്നുണ്ട്. കാണാൻ പോലും ഇല്ല തീ ഉണ്ടോ എന്ന് അതിനകത്ത്. അങ്ങനെ തീയിലാണ് ഇട്ട് ഞാനത് റെഡിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ചേർക്കുന്നത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് റെഡിയാക്കി എടുക്കണം. അപ്പം നമുക്ക് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇങ്ങനെ നീളത്തിലാണ് ഞാൻ അരിഞ്ഞിരുന്നത്. ഇതിൻ്റെ മേൽഭാഗത്തുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം എടുക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ നീളത്തി അരിഞ്ഞിട്ട് കൊടുത്ത റീസൺ എന്ന് വെച്ചാൽ ഇതെല്ലാം പൊള്ളിച്ചൊക്കെ ഇതിനകത്തിട്ട് നമ്മൾ ഇടുമല്ലേ, ഈ മസാലയും കൂടെ ചേർത്തല്ലേ പൊള്ളിക്കുന്നത്. ആ പൊള്ളിക്കുമ്പം പൊള്ളിച്ച് അവസാനം എടുക്കുമ്പോഴേ ഇതിങ്ങനെ പീസസ്സായിട്ട് കിട്ടും. നോക്കാം എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. അപ്പം നമുക്ക് അരിഞ്ഞിട്ടോട് 2 തക്കാളിയാണ്, പുളിക്ക് 2 തക്കാളിയാണ് ഇതിനകത്ത് ഞാൻ ചേർത്തേക്കുന്നത്. പുളി വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ചില ആൾക്കാർ ഇത് വഴണ്ട് കഴിഞ്ഞ ശേഷം ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കും. ഞാൻ അങ്ങനെ അല്ല ചേർക്കുന്നത് കേട്ടോ. നോക്കിക്കോ നിങ്ങൾ. ചിലർ അങ്ങനെ ചേർക്കാറുണ്ട്. അങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതങ്ങോട്ട് കോരി റെഡിയാക്കി എടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ അങ്ങനെ അല്ല ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ മാറ്റി വെക്കാം കേട്ടോ. ഇനിയുള്ള പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മൾ വാഴയിലയിലാണിത് വെച്ച് പൊള്ളിക്കുന്നത്. അപ്പോൾ വാഴയില വെട്ടിയിട്ട് അതൊന്ന് വാട്ടണം. വാഴയില അല്ലാതെ ഡയറക്റ്റ് വെച്ച് പൊതിഞ്ഞാൽ ചിലപ്പം വാഴയില പൊട്ടിപ്പോയിട്ട് ആ തേങ്ങാപ്പാലൊക്കെ പുറത്ത് വരും. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ വാഴയിലൊന്ന് വാട്ടാം കേട്ടോ. അടുത്ത പണി അതാ ഞാൻ പറഞ്ഞു, കുറച്ചൊരു പണിയുണ്ട്. അപ്പം നമുക്ക് വാഴയിലൊന്ന് വാട്ടിയിട്ട് നല്ലപോലെ വാട്ടാം. എന്നിട്ട് ആ നടുക്കുള്ള അതൊക്കെ ഒന്ന്
കട്ടി കൂടിയ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം, ചീവിക്കളയണം കേട്ടോ. ഞാൻ വാഴയില വാട്ടുന്നുണ്ട്. വാഴയില വാട്ടാൻ അറിഞ്ഞുകൂടാത്തവർ നോക്കിക്കണ്ടോളൂ. കൊച്ചു പിള്ളേർക്കൊക്കെ ചിലപ്പം വാഴയില വാട്ടാൻ അറിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അവരൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കണ്ടോ. ഇങ്ങനെയാണ് വാഴയില വാട്ടുന്നത്. ചോറൊക്കെ കൊണ്ടുപോകാൻ, ചോറ് പൊതിഞ്ഞു കൊണ്ടുപോകുന്നവർക്ക് വാഴയില വാട്ടി ഇങ്ങനെ വെക്കണം. അപ്പം നല്ലതാണ്. നല്ലപോലെ ഒന്ന് വഴറ്റി ആ നടുഭാഗം ഒന്ന് ചീവി കളഞ്ഞാൽ നല്ലതാണ്. അപ്പം നല്ലതായിട്ട് ഒന്ന് കെട്ടാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഒടിഞ്ഞ് എൻ്റെ അങ്ങനെ ഒരെണ്ണത്തിൻ്റെ അങ്ങനെ ഒരു അബദ്ധം പറ്റി. പിന്നെ വാഴയില വേറെ ഉണ്ടായിരുന്നത് കൊണ്ട് വേറെ പ്രത്യേകിച്ച് പാടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്യാസിനകത്ത് എന്തോ കരട് വീണു, അതാണ് ആ ഫ്ലെയിം വേറെ രീതിയിൽ വരുന്നത്. അപ്പോൾ അത് വാഴയില 2-3 വാഴയില ഞാൻ വെട്ടിയായിരുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ച് റെഡിയായിരിപ്പോണ്ട്, അതിൻ്റെ മസാല റെഡിയായിരിപ്പോണ്ട്. ഇനിയുള്ള പ്രോസസ്സ് വളരെ സിമ്പിൾ, പക്ഷേ സൂക്ഷിച്ച് ചെയ്യേണ്ടുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇനിയുള്ളതിനാണ് സ്പേസ് വേണ്ടുന്നത്. ഇനി നമ്മൾ നല്ലൊരു വലിയ താലം, അതായത് എന്തെങ്കിലും വലിയ നിരന്ന പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തോട്ട് ഈ ഇല അങ്ങോട്ട് വെച്ചിട്ട് എളുപ്പം കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം മസാല ഇട്ട് പിന്നെ ഇതെടുത്ത് വെച്ച്, മസാല ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തും വീണ്ടും പൊതിഞ്ഞ് വെക്കാം. പിന്നെ വെക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ പൊതിയാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലാണ് ഇപ്പോൾ എടുത്ത് വെക്കുന്നത്. നോക്കിക്കാണാം, അത് നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ചിലപ്പോൾ ഇത് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ എടുത്ത് വെച്ച് അത് കണ്ടില്ല. അപ്പം അതിനകത്തോട്ട് എടുത്ത് വെച്ച് ഇനി നമ്മൾ അടയ്ക്കണം അത് കേട്ടോ. ഒരെണ്ണം കൂടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് നമുക്കങ്ങ്, ഇത് ഇച്ചിരി പൊട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഇനി അടുത്തത് വാഴയില എടുത്ത് വെക്കുക, മസാല ഇടുക, നിരത്തിയിടുക അങ്ങോട്ട്. പിന്നെ നമ്മുടെ കരിമീൻ എടുത്ത് വയ്ക്കുക, തേങ്ങാപ്പാൽ ഒഴിക്കുക, കറിവേപ്പിലയും കൂടെ ഇരുന്നുള്ള ഉഴിയിടുക. എന്നിട്ടുള്ള അടുത്തതിനുള്ള പരുവത്തിന് എടുത്ത് വെച്ചു. മസാല ഇടും കേട്ടോ. വാട്ടിയതാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഫോയിൽ പേപ്പറിനകത്താക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വാഴയിലയുടേതായിട്ടുള്ള ആ മണവും ഒന്നും ഉണ്ടാവത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ മസാല ഇതിന് ഞാൻ ബാക്കിലും ഇട്ട് ഫ്രണ്ടിലും ഇട്ട്, അല്ലെ ആകെ അടിയിലിടണമെന്നുമില്ല, നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്താൽ മതി. വേണമെന്ന അത്രയും ആവശ്യത്തിനുള്ളത്. ഒരുപാട് പിന്നെ ചാറൊന്നും വേണ്ടാത്തവർ കുറച്ച് മതി. ഇത് മാത്രം എടുത്ത് വെച്ച് ഇങ്ങനെ തിന്നാനാണെങ്കിൽ. അപ്പോൾ ഇതങ്ങോട്ട് നീക്കി വെച്ചിട്ട് അടുത്തതും കൂടെ എനിക്കിടാം. അപ്പം എന്നിട്ട് വേണം അതിനെ അടച്ച് വെക്കേണ്ടുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. ഉണ്ടോ? എന്നിട്ടൊന്ന് കെട്ട് കണ്ട. എന്നിട്ട് നൂല്, കട്ടിക്കുള്ള നൂല് അല്ലെങ്കിൽ വാഴയുടെ അപ്പം 4 എണ്ണം അതേപോലെ കെട്ടിയിട്ട് ഞാൻ ഒന്നിച്ച് വെച്ച് ഇഡലി കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് നല്ല ആവി കയറ്റിയെടുത്ത പരുവാണിത്. കണ്ട, ആ തേങ്ങാപ്പാലൊക്കെ അങ്ങ് അതിനകത്തങ്ങ് യോജിച്ച്. 4 എണ്ണം ഉണ്ടായിരുന്നു. 4 എണ്ണം കണ്ട. അടുത്തത്